ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ളൊരു കടലക്കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നാളികേരം അരയ്ക്കാതെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കടലക്കറി തയ്യാറാക്കിയെടുക്കുന്നത്. പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ദോശയുടെയും കൂടെയെല്ലാം കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ഒരു കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. കടല 200 ഗ്രാം അളവിലുണ്ട്. തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള കടലയാണിത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് കടല ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കടലയുടെ മുകളിൽ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരമാണ് നമ്മളിവിടെ കടല കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളി അല്ലിയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതുവരെ നമുക്കിത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ സവാളയൊക്കെ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയേക്കാൾ കുറച്ച് കൂടുതൽ അളവിൽ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കടലക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകരുത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 1 തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പാകത്തിന് നമ്മളിത് വഴറ്റിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. തക്കാളി ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് തക്കാളി കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കടലക്കറിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. കടല വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. കടല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കടല നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ കടലയുടെ ചൂടാറിയതിന് ശേഷം നമ്മുടെ മസാലയുടെ കൂടെ നമുക്കിത് അരച്ചെടുക്കണം. നമ്മുടെ മസാലയുടെ ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാറിയ കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ കടലക്കറിയുടെ ആ ഒരു ടേസ്റ്റ് പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. വേവിച്ചെടുത്ത കടല ഈ ഒരു കടായിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കടലക്കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. കടലയും മസാലയും ചേർന്ന് നല്ലതുപോലെ കുക്കായി വരണം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ കടലക്കറി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്രേവി റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഈ കടലക്കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് അല്പം നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരക്കൊത്ത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 10 ചെറിയ ഉള്ളിയാണ് നമ്മളിവിടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചെറിയ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 4 ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉണക്കമുളക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് താളിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണിത്. ഈ ഒരു കടലക്കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടലക്കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്